വെൽക്കം ബാക്ക് ടു കെറ്റ്ലാൻഡ് ക്രാഫ്റ്റ്സ്. അപ്പോൾ നമുക്കിനി യാത്ര തുടരാം. റൈസിംഗ് ഫോർ ഹോണ്ടഡ് പ്ലേസ് സീരീസിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ അറിയിക്കണേ. ഇന്നത്തെ പാർട്ട് 3യിൽ കൂടുതൽ രസകരമായ കാഴ്ചകളും ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ചില ദുരൂഹമായ സ്ഥലങ്ങളും നമ്മൾ കാണാൻ പോകുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കണം. കാരണം മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെ കാത്തിരുന്നത് വളരെ കൗതുകകരമായ ചില അനുഭവങ്ങളാണ്. അപ്പോൾ സമയം കളയാൻ നമുക്ക് യാത്ര തുടങ്ങാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പണ്ട് ആളുകളെ തൂക്കിലേറ്റിയിരുന്നതായി പറയപ്പെടുന്ന സ്ഥലത്താണ്. ഇവിടെ നിൽക്കുമ്പോൾ ആ പഴയകാല സംഭവങ്ങൾ മനസ്സിലേക്ക് വരുന്നു. ശരിക്കും ഈ സ്ഥലത്തിനൊരു പ്രത്യേക അന്തരീക്ഷമുണ്ട്. അപ്പോൾ ഏകദേശം കോട്ടയൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ വലിയ ജലസംഭരണി ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ പെട്ടെന്നൊരു ഇടവഴി ശ്രദ്ധയിൽപ്പെട്ടു. കൗതുകം തോന്നി ഒന്നും കയറി നോക്കിയപ്പോൾ കുറ്റിക്കാടുകൾക്കിടയിൽ ചില കബഡങ്ങൾ കാണാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷേ ആ സ്ഥലം കാണുമ്പോൾ ഒരു വ്യത്യസ്തമായ അനുഭവം തോന്നി. ഇപ്പോൾ കോട്ടയ്ക്കുള്ളിൽ തിരിച്ചു വരാൻ ഞങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കിയുള്ളവരെല്ലാവരും പേടി കാരണം നേരത്തെ തന്നെ തിരിച്ചുപോയി. ശരിക്കും പറഞ്ഞാൽ കുറ്റിക്കാടുകൾക്കിടയിൽ മറഞ്ഞു കിടക്കുന്ന ആ കബിടങ്ങൾ കാണുമ്പോൾ നല്ലൊരു ഭയാനകരമായ ഫീലായിരുന്നു. അങ്ങനെ കബറിടങ്ങൾ കണ്ട ശേഷം ഞങ്ങൾ വീണ്ടും ഇറങ്ങി മുന്നോട്ട് നടന്നു. നടക്കുന്നിടയിൽ ദൂരെയായി ഒരു കോട്ട കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീണ്ടും വ്യത്യസ്തമായൊരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചില പുരാതന വിഗ്രഹങ്ങൾ കാണാൻ കഴിഞ്ഞു. കാലപ്പഴക്കം അവയെ വ്യക്തമായി കാണാമായിരുന്നു. അതുപോലെ തന്നെ ഒരു ശിവലിംഗവും നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. കുറച്ച് ദൂരം കൂടി എത്തിയപ്പോഴേക്കും ദൂരെ കണ്ടിരുന്ന ആ കോട്ടയുടെ അടുത്തെത്തി. അങ്ങനെ ആ കോട്ടയിൽ കയറാമെന്ന് തീരുമാനിച്ചു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെയായി ചെറിയ ചെറിയ ഗോപുരങ്ങളും കോട്ടകളുടെയും അവശിഷ്ടങ്ങളും കാണാൻ കഴിയും. ശരിക്കും മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ദൂരെയുള്ള ഗ്രാമങ്ങളൊക്കെ ചെറിയ പൊട്ടുകൾ പോലെ കാണാൻ കഴിയും. ഇത്രയും ഉയരത്തിൽ നിന്ന് കാണുന്ന കാഴ്ച ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതിനകത്ത് കയറണം. ഇതേ സ്റ്റെപ്പുണ്ട്.
അവിടെ നിൽക്കാം. ഈ കോട്ടയ്ക്കുള്ളിൽ കയറിയപ്പോൾ അതിൻ്റെ പകുതിയിലധികം ഭാഗങ്ങളും ഇടിഞ്ഞ് തകർന്ന നിലയിലാണ് കാണാൻ കഴിഞ്ഞത്. കാലപ്പഴക്കത്തിന് അടയാളങ്ങൾ എല്ലായിടത്തും കാണാമായിരുന്നു. വാ ഇങ്ങോട്ട്. കുട്ടി ആൾക്കാരിടുന്നത് എന്തൊരു സ്വഭാവമാണ്. എവിടെ ചെന്നാലും ചിലർ മാലിന്യം വലിച്ചെറിയുന്ന ശീലം ഇപ്പോഴും കാണാം. ഇത്ര മനോഹരവും ചരിത്ര പ്രാധാന്യമുള്ളതുമായ സ്ഥലങ്ങൾ ഇങ്ങനെ വൃത്തികേടാകുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നു. ടൂറിന് പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ ഒരിക്കലും അവിടെ വലിച്ചെറിയരുത്. പ്രകൃതിയെയും ചരിത്ര സ്മാരകങ്ങളെയും സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും കൂടി എനിക്കൊരു മെസ്സേജാണ്. കോട്ടയുടെ പടികൾ കയറി മുകളിലെത്തിയപ്പോൾ ദൂരെയായി ശത്രുക്കൾ വരുന്നതുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന വലിയ തുറവുകൾ കാണാൻ കഴിഞ്ഞു. അവിടുന്ന് താഴേക്കും ദൂരേക്കും നോക്കുമ്പോൾ വിശാലമായ ഗ്രാമപ്രദേശങ്ങളും മനോഹരമായ കാഴ്ചകളും കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ഏകദേശം എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു. ഗ്രാമവാസികൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ ദൂരെയായി കണ്ട ആ വഴി നേരെ ഡൽഹിയിലേക്ക് പോകുന്ന ഒരു പഴയ റൂട്ടാണെന്നാണ് പറയപ്പെടുന്നത്. ആ വഴിയിലൂടെ മുന്നോട്ട് പോകാനാകുമെങ്കിലും സമയം വൈകിയതിനാൽ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റൈസ് ആൻഡ് ഫോർട്ട് യാത്രയെ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ കണ്ട കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ചരിത്രത്തിലും പുരാതന സ്ഥലങ്ങളിലുമൊക്കെ താല്പര്യമുള്ളവർക്ക് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ നേരിട്ട് വന്ന് കാണുകയും പഠിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലൊരു അനുഭവമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.